അല്ലല്ല, ഇത് രണ്ടാമത്തെ. ഞാൻ രണ്ടാം ഇടയ്ക്കൊന്ന് ഒരു കഴിഞ്ഞ ആഴ്ച ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ. അതെ. ഇപ്പൊ എന്താണ് നമുക്ക് എന്താണ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്താണുള്ളത്, ഏതിലാണുള്ളത്? അല്ല, അന്ന് ഇതിന്റെ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലൈവ് ട്രേഡിംഗ് എന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ പറ്റി അപ്ഡേറ്റും കിട്ടിയില്ല. ലൈവ് ട്രേഡിംഗ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്നാണെങ്കിൽ ഒന്ന് നേരിട്ട് ഓഫീസിലേക്ക് അപ്രോച്ച് ചെയ്യാൻ ഇല്ല, പറ്റുവാണെങ്കിൽ. ഞാനിപ്പം യു എയിലുള്ള, നാട്ടിലില്ല. നാട്ടിലില്ല അല്ലെ? നാട്ടിലില്ലെങ്കിൽ നിങ്ങൾ ഒരു 1-to-1 ഇപ്പൊ ഇതിപ്പോ എന്തൊക്കെ ലൈവായിട്ടുള്ള 1-to-1 സെക്ഷൻ ഉണ്ടായിരുന്നു. വോയിസ് ക്ലിയർ ആവുന്നില്ലല്ലോ. അതായത് ലൈവായിട്ടുള്ള 1-to-1 സെക്ഷൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിപ്പോ ലൈവായിട്ട് ഹലോ പറഞ്ഞു. ഇതിപ്പോ ലൈവായിട്ട് ഇവിടെ ഒരു എൻട്രി എടുക്കാം. ഈ രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ട് ലൈവായിട്ട് എൻട്രി എടുക്കുന്ന സിസ്റ്റം ചെയ്യേണ്ടി വരും മാർക്കറ്റ്. ഇതിപ്പോ എന്ന് വെച്ചാൽ ഇത് നമുക്ക് എൻട്രി എടുക്കുന്ന പോയിന്റ് ആണ്. ഓ ശരി. അതിപ്പം അന്ന് പറഞ്ഞു ഫുൾ ഇതിപ്പോ കൺഫർമേഷൻ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് കൺഫർമേഷൻ ഇല്ല തന്നെയാണ്. അതായത് ഞങ്ങൾ ഇപ്പൊ നിലവിൽ ഒരു സ്കോളർഷിപ്പോട് കൂടിയാണ്, അതായത് നമ്മൾ 2 ടൂൾ ഒത്തിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. സ്കോളർഷിപ്പ് ഉണ്ട് ഓൾറെഡി. എന്ന് പറഞ്ഞാല് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഗോൾഡ് തന്നെ നമ്മളൊരു അഡ്വാൻസ് ടൂൾ ആണ്. മാർക്കറ്റിൽ വരുന്ന വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ്, ഹണ്ടേഴ്സ് ഇവരൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. ഒരു സിസ്റ്റം കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റം ആണ് ഇത് കാണുന്നത്. അതായത് വലിയ വലിയ മാർക്കറ്റിൽ വരുന്ന വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ്, അതേപോലെ എന്താ പറയാ ബാങ്കുകൾ, ഇവരൊക്കെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇപ്പൊ ഇവിടെ മാർക്കറ്റ് ഒരു ബൈ വരും എന്തായാലും. കംപ്ലീറ്റ്ലി ബൈ തന്നെയാണ്. അതാണ് ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി സിഗ്നൽ ഓൾറെഡി കൺഫർമേഷൻ ഇല്ല തന്നെയാണ്. അപ്പൊ ഇത് ഓൾറെഡി ഇപ്പൊ ടാർഗറ്റ് നേരത്തെ കൺഫർമേഷൻ കിട്ടിയ തന്നെയാണ്. ഓൾറെഡി TP1 അത് കംപ്ലീറ്റ് ആയിരുന്നു. ഓൾറെഡി കൺഫർമേഷൻ കിട്ടിയതാണ് നേരത്തെ. TP2 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ കൺഫർമേഷൻ കിട്ടിയ തന്നെയാണ്. അപ്പൊ ഇത് ഇപ്പൊ തൊട്ട് മുന്നേ കംപ്ലീറ്റ് ആയ ട്രേഡ്, ഈ ഒരു ട്രേഡ് ഇപ്പൊ തൊട്ട് മുന്നേ കംപ്ലീറ്റ് ആയതാണ്. ഇന്ന് കംപ്ലീറ്റ് ആയ ട്രേഡ്സ് ഉണ്ട്. ഇന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു സൈഡ് വൈസ് ട്രെൻഡ് കൂടിയാണ് മാർക്കറ്റ് പോകുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ആയ ട്രേഡ് തന്നെയാണ്. 11-ാം തീയതി കംപ്ലീറ്റ് ആയ ട്രേഡ് അതൊക്കെ ഇന്ന് ഉണ്ടായ ട്രേഡാണ് ഇതൊക്കെ. അപ്പൊ ഇത് ലൈവായിട്ടാ. ഇതിപ്പോ ലൈവ് എൻട്രി ആണ് നിങ്ങൾ കാണുന്നത്. പക്ക ലൈവ് എൻട്രി. ഇങ്ങനെയാണ് ഇപ്പൊ ലൈവ് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പൊ ട്രേഡിംഗ് സിസ്റ്റം നമുക്ക് ഈ ലൈവ് കാണിക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മളിപ്പം എൻട്രി മാത്രം മാനുവൽ എടുക്കും അല്ലേ? എൻട്രി മാത്രം മാനുവൽ എടുക്കും. അതിപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ ബ്രോക്കേഴ്സ് ഒക്കെ ഇതിൽ നിന്ന് കണക്ട് ചെയ്യാം. എല്ലാം കണക്ട് ചെയ്യാം. ഡയറക്റ്റ് കണക്ട് ചെയ്ത് ചെയ്യാം. എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്എൻഎസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ട്രേഡിംഗ് വ്യൂവിനകത്ത് എനിക്കൊന്നും ഇല്ല. അതായത് ബാക്കിയുള്ള ബ്രോക്കേഴ്സ്, അതായത് നമുക്ക് ഇത് എക്സ്എൻഎസ് ഇതിലില്ല. പാർട്ടി ആകുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് എക്സ്എൻഎസ് സ്വന്തം ബ്രോക്കറാണ്. അതാണ് പ്രശ്നം. ഇപ്പൊ ബാക്കിയുള്ള ബ്രോക്കർ നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു പേപ്പർ ട്രേഡ് കാണിച്ചത് ജസ്റ്റ് ഇവിടുന്ന് എന്താക്കാം, ഒരു ബൈ ഓപ്പർച്യൂണിറ്റി അല്ലേ, മാർക്കറ്റ് തന്നെ എൻട്രി എടുക്കും ഒരു ലിമിറ്റില്. ഓക്കെ, നമ്മളിവിടെ മാർക്കറ്റ് തന്നെ ഒരു എൻട്രി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ രീതിയിൽ തന്നെ ഇവിടുന്ന് എൻട്രി നോക്കാതാ. ടാർഗറ്റ് SL ഇവിടെ സെറ്റ് ചെയ്യാം. ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. സംഭവം സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. ഇതന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു കൺഫർമേഷൻ ഇതിപ്പോ കാണിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്നാണ് ഇയാളെ ട്രേഡ് എടുത്തതാണ്. ടാർഗറ്റിൽ ഓക്കെ കൺഫർമേഷൻ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിടെ തന്നെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തതാണ്. അതായത് പിന്നെ അതായത് എല്ലാം TP2 എന്തായാലും മാർക്കറ്റ് ഹിറ്റ് ചെയ്യും. ഇവിടുന്ന് ഇത് റിവേഴ്സലിന് വരണമെങ്കിൽ തന്നെ TP2 ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സലിന് വരും. അപ്പൊ നമ്മൾ കാര്യങ്ങൾ ഈസിയാണ്. കാര്യങ്ങൾ കൺഫർമേഷൻ മാത്രം മതി. ഇപ്പൊ കൺഫർമേഷൻ തന്നെയാണ് മേജർ കറന്റ് മാർക്കറ്റ് പുള്ളിച്ചതൊക്കെ കൺഫർമേഷൻ. അത് മാത്രമല്ല, ഞങ്ങൾ ഇപ്പൊ നിലവിൽ പറഞ്ഞ ഈ ഒരു ടൂള് മാത്രമല്ല കൊടുക്കുന്നത്. ഈ 2 ടൂൾ നമ്മൾ ഒരു സ്കോളർഷിപ്പിന്റെ ഇതുണ്ട്. ഈ വരുന്ന എല്ലാ ബാച്ചിലും ആദ്യം ജോയിൻ ചെയ്യുന്ന ജൂൺ 30 വരെ ഉണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് സ്കോളർഷിപ്പ് 25 ലാഖിന്റെ. അതായത് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള നിങ്ങൾ നമ്മൾ പഠിപ്പിച്ചു 2 ടൂൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി. അതിന്റെ നിങ്ങളുടെ പെർഫോമൻസിന്റെ ഒരു അസൈൻമെന്റ് ഉണ്ടാവും. അത്
നിങ്ങൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കുന്നത്, അത് എത്ര പെർസെന്റേജ് ആണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും. നിങ്ങൾ മനസ്സിലായി. അടക്കുന്ന ഫീസ് ഇപ്പൊ നിങ്ങൾക്ക് 50% ആണെങ്കിൽ 50% നിങ്ങൾക്ക് കിട്ടും, 20 ആണെങ്കിൽ 20% ശരി. കിട്ടും, 30 ആണ് 30%, 100 ആണ് 100%. അപ്പൊ 25 ലാക്ക് ഒരു എങ്ങനെ പോയാലും 100-120 പേർക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റും. അതിലൊരാളാവുന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ കൊടുത്ത 10 ലാഖിന്റെ സ്കോളർഷിപ്പ് ആണ്. അതിന്റെ മുന്നത്തെ മാസം ഒരു 5 ലാഖിന്റെ സ്കോളർഷിപ്പ് ആണ് പ്രൊവൈഡ് ചെയ്തത്. അത് നമ്മൾ ഇത് കൊടുക്കുക, സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അവർക്ക് ഇതിപ്പോ എക്സ്പീരിയൻസ്, അതിപ്പോ കുറെ ആൾക്കാർ ഇതിൽ നമുക്കിത് ഡെമോ പറയാം, അവർ എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് ഇതാക്കാമല്ല. പിന്നെ അത് മാത്രമല്ല, ലൈഫ് ടൈമിലേക്ക് സ്കോളർഷിപ്പ് ജോയിൻ ചെയ്ത അഥവാ സ്കോളർഷിപ്പ് കിട്ടിയിട്ടാ ഓക്കെ. ആക്ച്വലി ഇതിന്റെ ടൂളിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്, അതായത് ഈ 2 ടൂളും പർച്ചേസ് ചെയ്യാൻ 85,000 ആവും നോർമലി കൊടുത്തുകൊണ്ടിരുന്നത്, മാനുവലി പർച്ചേസ് ചെയ്യുന്നത്. സ്കോളർഷിപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അതിൽ നമ്മൾ 35,000 രണ്ടും ലൈഫ് ടൈമിലേക്ക് കൊടുക്കും, മറ്റേത് 1 ഇയറിലേക്കാണ്. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എന്തായാലും ഇതിലുണ്ടാവും. ചില നമ്മൾ ടൂള് അഡീഷണൽ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഇത് രണ്ടാമത്തെ ടൂളാണ്, അഡ്വാൻസ് ടൂളാണ്. ഡിഫറൻസ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത്, ഈ ടൂൾ എന്ന് പറയുന്നത് ഇത് മാനിപ്പുലേഷൻ, മാർക്കറ്റിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബയേഴ്സ്, ഹണ്ടേഴ്സ്, മാനിപ്പുലേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാര്, കോർപ്പറേറ്റുകൾ, ഇവരെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് കണ്ടോ സ്ക്രീനിൽ? ഇവിടെ ഇന്ന് മാർക്കറ്റ് ഇവിടെ ഒരു ടീം ക്രാഷ് ചെയ്തതാണ്. ഇവിടെ കണ്ടോ, ക്രാഷ് 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 എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ക്രാഷ് ചെയ്തതാണ് ഈ കാണുന്നത്. ശരി ശരി ശരി. ഇതാ, അതായത് സിഗ്നൽ അടുത്ത സിഗ്നൽ ഇത് കണ്ടോ, ഇവിടെ മാർക്കറ്റ് ഇതാ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ടീം പമ്പ് ചെയ്തതാണ്. എന്തൊക്കെ കടകിടുന്ന മാർക്കറ്റ് ഉണ്ടാ, ഈ മാർക്കറ്റ് ഇത്രയും ക്രാഷ് ചെയ്തതാണ്. ഇതവിടെ ക്രാഷ് നോട്ടുക, മാർക്കറ്റ് ക്രാഷ് അടിച്ചതാണ്. അപ്പൊ ഇതൊക്കെ സിസ്റ്റം ഇതില് കാര്യങ്ങൾ എന്നാക്കുന്നുണ്ട്, കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ, അതായത് മാർക്കറ്റിലെ ബൈ ഹണ്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നാക്കാൻ പറ്റുമോ, കംപ്ലീറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാം. അതായത് ഇത് ബാക്ക് എൻഡിൽ, അതായത് വലിയ വലിയ ബുള്ളുകൾ, വലിയ വലിയ ആൾക്കാർ ബാക്ക് എൻഡ് ഹണ്ട് ചെയ്യുന്ന സിസ്റ്റം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇത് ഫ്രണ്ട് എൻഡിൽ നമുക്ക് സിസ്റ്റം വേണം. ഒരു എൻട്രി വന്നാൽ പ്രോപ്പർ എൻട്രി എടുക്കണം, SL പ്രോപ്പർ വെക്കണം. അതായത് ബാക്ക് എൻഡിൽ ആ സിസ്റ്റം ഉണ്ട്, ഫ്രണ്ട് എൻഡിൽ സിസ്റ്റം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പല ആൾക്കാരും ഫ്രണ്ട് എൻഡ് പഠിക്കും, ബാക്ക് എൻഡ് പഠിക്കൂല. പല ആൾക്കാരും ബാക്ക് എൻഡ് പഠിക്കും, ഫ്രണ്ട് എൻഡ് പഠിക്കൂല. രണ്ടും കൂടി ഒരുമിച്ച് വന്നാലേ ട്രേഡ് നടക്കും. അപ്പൊ ഈ 2 സിസ്റ്റവും വേണം നമുക്ക്, ഈ 2 സിസ്റ്റം ഒന്നാക്കണം വേണം. അപ്പൊ നമ്മൾ ഒരു ഓക്കെ ആ രീതിയിലാണ് ഇപ്പൊ നിലവിലൊരു സ്കോളർഷിപ്പോട് കൂടി കൊടുക്കാന്നുള്ളൊരു പ്ലാൻ കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇതിനായി നമ്മൾ എൻട്രി എടുത്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. മനസ്സിലായി. എന്താണ് രാഹുൽ എന്താണ് പറഞ്ഞത്? ഞാനിപ്പം എന്തായാലും എനിക്ക് കുറച്ച് സമയം ഞാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ആ ടീമായിട്ട് കണക്ട് ചെയ്ത ടീമായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. എന്താണ് രജിസ്ട്രേഷൻ കാര്യങ്ങളായിട്ട് ഒന്ന് അപ്ഡേറ്റ് കൊടുത്താൽ. ഓക്കെ, ഫൈൻ.